നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇരിക്കും, ഞാനിപ്പോ വരാം. പാറുവിന്റെ അടുത്തുനിന്ന് ഓടിപ്പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അവളെ വലിച്ചെറിയുന്ന നിന്റെ ഇഷ്ടം. പക്ഷെ വലിച്ചെറിഞ്ഞത് തെറ്റായി പോയി എന്ന് തിരിച്ചറിവുണ്ടാവുന്ന ഒരു കാലത്ത് കരഞ്ഞിട്ട് പ്രയോജനം ഉണ്ടാവില്ല. ഒരു പെണ്ണിന്റെ മനസ്സ് ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ നഷ്ടപ്പെടുത്തിയത് തന്നെ, പിന്നെ തിരിച്ചു കിട്ടില്ല. ഒരൊറ്റ ഒപ്പ് മതി അവളെ നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ. 3 വർഷം കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോൾ പാറുവിന്റെ ജീവിതം മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് നന്നായി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. ഒരുപാട് ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. നീ പറഞ്ഞത് തന്നെ എനിക്കും വേണ്ടത്. പാറുവിന്റെ ജീവിതം മാറണം. അതുകൊണ്ട് എന്നെ ഉപദേശിക്കാൻ നിൽക്കാതെ നീ ഇവിടുന്ന് പോ. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? മിസ്റ്റർ പ്രിയദർശൻ, ഇനി സൈൻ ചെയ്തില്ലേ? സൈൻ ചെയ്യൂ. ചെയ്യാണ് സർ. ഒരു പാർവതി. സർ, ഞാൻ വരുന്നില്ല സർ. താൻ വരാതെ പിന്നെ? മാഡം വിളിക്കാതെ ഞാൻ കയറി ചെന്നോ അത് മാഡത്തിനെ ധിക്കരിക്കുന്ന പോലെ ആവില്ലേ? ഞാനിവിടെ വരെ വന്നത് തന്നെ സാറ് നിർബന്ധിച്ചുകൊണ്ട് മാത്രം. സാറ് പോയി സംസാരിച്ചാൽ മതി. ശരി, പാർവതി ഇവിടെ നിൽക്ക്, ഞാൻ പോയി സംസാരിക്കാം. ഇല്ല ചേച്ചി, അസുഖമൊന്നുമില്ല. ഞാൻ ഉറങ്ങിപ്പോയി, അതാ വിളിക്കാൻ വൈകിയത്. ആ ശരി. ഹായ് സർ. ഹായ്. പാറു. മാഡം. ആ കൈലാഷോ, വരൂ, ഇരിക്കും. പറയ്, എന്തിനാ വന്നത്? ഞാൻ പറയാതെ തന്നെ മാഡത്തിനത് മനസ്സിലായിട്ടുണ്ടാവും. മാഡത്തിന്റെ ഭാഗത്തുനിന്ന് ആലോചിച്ചാ മാഡം ചെയ്തത് ശരിയാ. പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് പാർവതി തെറ്റായ വഴിക്ക് പോകുന്ന പെൺകുട്ടി അല്ലാന്ന് മാഡം ഓർക്കണമായിരുന്നു. തെറ്റായ കാര്യത്തിന് പോയത് കൊണ്ടാണ് അവള് വൈകി വന്നേന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവളോട് അങ്ങനെ ഒരു കമന്റ് പറഞ്ഞ അവന്തികയും ഡയാനയെയും ഞാൻ ശകാരിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും പാർവതിയെക്കുറിച്ച് അങ്ങനൊരു അഭിപ്രായം എനിക്കില്ല. അവള് വൈകി വന്നതിന് ഒരു കാരണമുണ്ട് മാഡം. അവളത് മാഡത്തിനോട് തുറന്നു പറയാതിരുന്നതിനും ഒരു കാരണമുണ്ട്. സമയമാകുമ്പോ മാഡത്തിനോട് അവളത് പറയാൻ ചെയ്യും. അവളെ ഇവിടെ തന്നെ താമസിപ്പിച്ചൂടെ മാഡം? ആയിഷ, നാട്ടിൽ പോയിട്ട് നീ എപ്പോഴാ തിരിച്ചു വന്നേ? അതൊക്കെ പറയാം. അതിനു മുന്നേ ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറയണം. രാത്രി 2 മണിവരെ നീ എവിടെയായിരുന്നു? മാഡത്തിനോട് നീ അതെന്താ തുറന്നു പറയാത്തത്? കൈലാഷ് സാർ എവിടെ? മാഡമായിട്ട് സംസാരിക്കുക. ഞാനിപ്പോ വരാം. മാഡം. ആ പ്രിയനുണ്ടോ? വരൂ. പാറു എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. എന്റെ ആ വിശ്വാസമാണ് അവള് തകർത്തു കളഞ്ഞത്. മാഡം എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ അവളോട് കാണിച്ച സ്നേഹത്തിന് ഒരു വിലയും ഇല്ലാതായി പോയില്ലേ? എന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾ എന്റെ മനസ്സിലുണ്ടാക്കിയ വേദന അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മാഡം.
പാറുവിനൊരു വിഷമം വരുമ്പോ മാഡം സങ്കടപ്പെടുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവളുടെ നാവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വാക്ക് വീണാൽ പോലും അത് മാഡത്തിനെ ഒരുപാട് വിഷമിപ്പിക്കും. പക്ഷേ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ എന്ന് മാഡത്തോട് അവള് പറഞ്ഞത് അവളുടെ ധിക്കാരമായിട്ട് മാഡം കാണരുത്. അവള് മീര പ്രിയൻ